ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ തൽക്കാലത്തിന് ഞാൻ ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യണ സംഭവം. ഞാൻ രണ്ടെണ്ണം ചെയ്യണമെന്ന് വിചാരിച്ച, പക്ഷേ ഒന്ന് പുറത്തേക്ക് പോകാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നേരം വൈകി. പിന്നെയാണെങ്കിൽ IPL തുടങ്ങി. IPL തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു അപ്പീലില്ല, അത് ഫുള്ളിരുന്ന് കാണണം. നിങ്ങളും അത് കണ്ണിൻ്റെ തിരക്കിൽ തന്നെ ആക്കാറില്ലേ? ഞാനിപ്പോൾ TV അതിട്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇനി മറ്റേതാണെങ്കിൽ ഞാൻ അങ്ങനെ ഭയങ്കര ഇതിൽ പറഞ്ഞല്ലോ കേട്ടോ, ജസ്റ്റ് നമ്മൾ സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള രീതിക്ക് പറഞ്ഞതാ. ബ്രോ, അന്നെയാണെങ്കിൽ പോലും ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് രണ്ട് കാര്യങ്ങൾ തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവങ്ങളാണ്. ഒന്ന്, ഇന്നെ ഈ കമ്പയർ ചെയ്യുന്നതും വേറൊരാളൊപ്പം കമ്പയർ ചെയ്യുന്നതും, പിന്നെ ഒന്ന് എൻ്റെ ഇതിൽ ഇല്ലാത്ത കാര്യങ്ങൾ എനിക്കെതിരെ അടിച്ചിറക്കുന്നതും. ഈ രണ്ടെണ്ണം എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. അപ്പോൾ മറ്റേത് ഈ പറഞ്ഞ പോലെ തന്നെ റീസൺ പറഞ്ഞിട്ടും അത് കാണാതെ ഇത് ബാക്കിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞത്. അത് വിഷയമാക്കണ്ട കേട്ടോ, അത് വിട്ടുകള. കമൻറ്റ് ചെയ്യണം, നെഗറ്റീവ് കമൻറ്റും ചെയ്തോ, അതിനൊന്നും എനിക്കൊരു വിഷയമല്ല. ഇനിയിപ്പോൾ നാളെ നിങ്ങളാരെങ്കിലും വന്ന് 4 തെറിൻ്റെ കമൻറ്റിൽ പറഞ്ഞാൽ പോലും എനിക്കതൊന്നും ഒരു വിഷയമല്ല. അത് വിചാരിച്ച് നാളെ തന്നെ തെറി പറയണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ ഈ ചെയ്യാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് അതിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. അതാണ് ഏറ്റവും പ്രശ്നം. എനിക്കറിയാം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നെഗറ്റീവ് കമൻറ്റും എല്ലാം ഉണ്ടാവുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് വിഷയം. പക്ഷേ എന്തൊക്കെ വന്നാലും നമ്മൾ പിന്നോട്ട് പോകില്ല എന്നുള്ളത് വേറെ കാര്യം. ബ്രോ, ഞാൻ ഒരു വട്ടം കൂടി ഞാൻ സോറി പറയാണ്. ഞാൻ ആ പറഞ്ഞതിൽ അനക്ക് എന്തെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ സോറി പറയാം കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്ക് ലൈക്കും ഉണ്ട്, ഹൈപ്പും ഉണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല, വ്യൂസ് വരുന്നില്ല, ഷെയർ പോകണില്ല. നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും. നല്ലോണം നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് പോകണ്ടേ. എന്നാലേ ഉള്ളൂ നമുക്ക് കിടിലം വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, അത് മറക്കണ്ട. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് പാട്രിയാർക്കിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ റൈറ്റ് സൈഡിലുള്ള റോയൽ ബോഡി ഗാർഡ് ക്വാർട്ടേഴ്സാണ്. അവിടെ ഹെഡ് റോയൽ ബോഡി ഗാർഡിൻ്റെ ഓഫീസാണ്. അതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മുടെ മൈനർ പ്രീസ്റ്റാവും അടുത്ത നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. സർ, മാള് റിയാക്ഷൻ ഭയങ്കര സ്ട്രെയിഞ്ച് ആണല്ലോ. സ്വോർഡ് ഡീമൻ്റെ വിസ്ഡം പാസ് ചെയ്യാൻ പറ്റിയ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും അദ്ദേഹം ഭയങ്കര കൂളായിട്ടാണ് ഇരിക്കുന്നത്. സർ, എന്തെങ്കിലും കാര്യമുണ്ടോ? അത് 6 ബെർസെക് സേബർ വാരിയേഴ്സാണ്. അതെന്താ, ആ ഫാക്ഷൻ്റെ പേര് കാരണം കൊണ്ടാണോ? മീറ്റിങ്ങിൻ്റെ ഇടയിൽ റിവീൽ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ 6 ബെർസെക് സേബർ വാരിയേഴ്സിൻ്റെ ഇടയിലൊരു മാർഷൽ ആർട്ടിസ്റ്റ്, അയാളാണ് നമ്മുടെ സർ സിയോപ് മാങ്ങിൻ്റെ കണ്ണും എൽഡർ ഹാങ്ങിൻ്റെ കയ്യിനും പരിക്കേൽപ്പിച്ചത്. ഞങ്ങൾ ഷെജിയാങ്ങിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ സീക്രറ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോടും ഞങ്ങളുടെ പ്ലാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവരവിടെ ഹൈഡ് ചെയ്ത് നിന്ന് ഞങ്ങളെല്ലാവരെയും അറ്റാക്ക് ചെയ്തു. അത് കണ്ടപ്പോൾ അവർ ഞങ്ങളവിടെ അറൈവ് ചെയ്യാൻ കാത്തിരുന്ന പോലെ തോന്നി. അവർ സ്ട്രോങ് ആയിരുന്നു, എണ്ണത്തിലും കൂടുതലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവരെ നേരിടാൻ കഴിഞ്ഞു. കാരണം നമ്മളെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സിനെ കൊണ്ടാണ് നമ്മൾ പോയിരുന്നത്. കുറച്ച് നേരത്തിന് ശേഷം 3 ഇൻക്രെഡിബിളി പവർഫുൾ ആയിട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റുമാർ വന്നു. അതിൽ ഒരാൾ സ്വോർഡ് ടെക്നിക്കും, വേറൊരാൾ പാം ടെക്നിക്കും, പിന്നത്തെ ആൾ ക്ലോ ടെക്നിക്കുമാണ് യൂസ് ചെയ്തിരുന്നത്. അവരെ കണ്ടപ്പോൾ 6 ബെർസെക് സേബർ വാരിയേഴ്സിൻ്റെ ലീഡിങ് മെമ്പേഴ്സായിട്ടാണ് തോന്നിയത്. അവരാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ റാങ്കിലും വാർഡൻ റാങ്കിലും ഉള്ള വാരിയേഴ്സിനെ ഈസി ആയിട്ട് തന്നെ തോൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവസാനം നമ്മുടെ എൽഡേഴ്സിനെ തന്നെ അവരോടൊപ്പം ഏറ്റുമുട്ടേണ്ടി വന്നു. പക്ഷേ എൽഡേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഒരു ടീമായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും അവരുടെ ഒപ്പം നമുക്ക് പിടിച്ചു നിൽക്കാനേ കഴിഞ്ഞില്ല. അതിനുശേഷം 7th എൽഡർ സ്യോൺ ഉങ്കോങ്ങിനെ അവർ കൊന്നു. അതിനുശേഷം എൽഡർ ഹാങ്ങിൻ്റെ കയ്യും നഷ്ടപ്പെട്ടു. അപ്പോഴാണ് നമ്മൾ തോറ്റു തുടങ്ങിയത്. അവസാനം ഞാനും പാട്രിയാർക്കും മുന്നോട്ട് വന്നു. ഞാൻ പോയത് അതിലത്തെ സ്വാഡ് മാസ്റ്ററിൻ്റെ അടുത്തേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവരുടെ സ്വാഡ്, ക്ലോ, പാം ടെക്നിക്സൊക്കെ ബോഡിയിൽ നല്ല സ്ട്രെയിൻ വരുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. ആ എല്ലാ ടെക്നിക്സും ഒരൊറ്റ മാർഷൽ ആർട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. ശേഷം സർമ അദ്ദേഹത്തിൻ്റെ ഷർട്ട് ഊരി കാണിച്ചു. നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ഫുള്ളാണെങ്കിൽ സ്വാഡ് മാർക്സാണ്. ഇത് സ്റ്റാബ് ചെയ്ത മാർക്കിനേക്കാട്ടിലും കൂടുതൽ സ്ലൈസ് ചെയ്ത മാർക്കാണല്ലോ. അതുമാത്രമല്ല, ആ മാർക്സൊക്കെ കാണുമ്പോൾ ബെർസെക് സേബർ ഗോഡിൻ്റെ ടെക്നിക്ക് പോലെ തോന്നുന്നുണ്ട്. എൻ്റെ അജിലിറ്റി ടെക്നിക്കിന് അവൻ്റെ കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോമിനെ ഫുള്ളി ഡോഡ്ജ് ചെയ്യാനെങ്കിലും പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ, എൻ്റെ ഓപ്പോണൻറ്റ് സ്വോർഡ് ഫോമിന് പകരം സേബർ ഫോമാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എൽഡറിനെ പോലെ ഞാനും ഇപ്പോൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും.
പിന്നെ നമ്മളെ കാണിക്കുന്നത് ഗ്രാൻഡ് ഹാളിന് തൊട്ടടുത്തുള്ള ഗ്രാൻഡ് ബാങ്ക്വറ്റ് ഹാളാണ്. അവിടെ പാട്രിയാർക്കും ബോഡി ഗാർഡ്സും എൽഡർമാരും എല്ലാവരും ഉണ്ട്. ഈ ഔട്ട്ഫിറ്റിൻ്റെ കളറൊക്കെ എന്തോ പോലെ ഉണ്ട്. ഇതൊന്നും ഒരു ഫീസ്റ്റിന് ഇടാൻ പറ്റിയ വസ്ത്രമല്ല. നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നു. ഇത് മൊരിം അലയൻസത്തെ 17 അഡപ്റ്റ്സിലെ ഒരാളാണ്, ചോങ് ഉൻ പങ്, ഹെഡ് ഓഫ് ദ മൗണ്ട് ഹുവ സെക്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് വേറൊരു അഡപ്റ്റിനെയാണ്. അത് ഗ്യാങ് മൊയോങ്, ഹെഡ് ഓഫ് ദി ഹൗസ് മൊയോങ്. അതിൻ്റെ ബേക്കിൽ നമ്മുടെ ലേഡി മൂനെ പോലെ മുഖം മറിച്ചിട്ടുള്ളൊരു സ്ത്രീ ഇങ്ങനെ വരുന്നുണ്ട്. അവർ നേരെ വന്ന് പാട്രിയാർക്കിൻ്റെ മുന്നിലായിട്ട് നിന്നു. മൊരിം അലയൻസിൻ്റെ റൈറ്റസ് ഫാക്ഷൻ്റെ ഭാഗമായിട്ട് ഡിമോണിക് വാരിയർ കൾട്ടത്തെ പാട്രിയാർക്കിനെ ഞാൻ ഗ്രീറ്റ് ചെയ്യുന്നു. വെൽക്കം. റൈറ്റസ് ഫാക്ഷൻ്റെ ഗസ്റ്റുകളെ സൽക്കരിക്കുന്നത് ഒരു ഹോണറാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ മൊരിം അലയൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ്. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഫേസ് ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊരു നല്ല ബിഹേവിയറാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഓ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടിൻ്റെ എക്സൈറ്റിലായിരുന്നു പാട്രിയാർക്ക്. അവരുടെ ആ തല മറച്ചുകൊണ്ടിരുന്ന ക്യാപ്പ് പോലത്തത് ഊരി. നോക്കുമ്പോൾ കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ. അത് കണ്ടിട്ടാണെങ്കിൽ അവിടെ ചുറ്റും കൂടി നിന്ന ജനങ്ങളൊക്കെ ആകെ അവരെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവരാ വാ പൊളിച്ച് നിൽക്കുന്നത് നോക്ക്. അവരാണ് ഈ ഓൾ ഓവർ ചൈനയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വുമൻ. യു ഡേർട്ടി ഡിമോണിക് കൾട്ടിസ്റ്റ്. നീ വിചാരിക്കണ്ടോ കെട്ടുകഥകളിലെ സുന്ദരിമാരായ സിഷിയും വാങ് ഷജോണും അവരുടെ അത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്? ഈ വേൾഡിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വുമൻ അവളാണെന്ന് എനിക്ക് ഉറപ്പാണ്. നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരുത്തൻ ക്ലാപ്പ് ചെയ്തു. കണ്ടിട്ട് നമ്മൾ കുറേ നേരം അവരെ നോക്കി നിന്നു എന്നാണ് തോന്നുന്നത്. ഗ്രീറ്റിംഗ്സ് പാട്രിയാർക്ക്. ഞാൻ സോഹോയ് ജിഗാൽ, മൊരിം അലയൻസിൻ്റെ സെക്കൻഡ് സ്ട്രാറ്റജിസ്റ്റ്. ഞാൻ മുമ്പ് കാണിച്ച റൂഡ്നെസ്സിന് നിങ്ങളെന്നോട് ക്ഷമിക്കണം. അലയൻസ് അവരുടെ പ്രധാന ആൾക്കാരെ തന്നെയാണ് ഗസ്റ്റായിട്ട് അയച്ചേക്കുന്നതെന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ നിങ്ങളെ ഒന്നോട് ഗ്രീറ്റ് ചെയ്യാം. വെൽക്കം ടു അവർ ഡിമോണിക് കൾട്ട്. നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റിക്ക് നന്ദി പാട്രിയാർക്ക്. നമുക്ക് ഈ ഫുഡൊക്കെ തണുക്കുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ കഴിക്കാം. ഈ വിരുന്നൊന്ന് തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. സർ പങ് പറഞ്ഞതും ശരിയാണ്. നമ്മുടെ ഗസ്റ്റിനൊക്കെ അവരുടെ സീറ്റ് കാണിച്ചു കൊടുക്കുക. യെസ് പാട്രിയാർക്ക്. ഞാൻ ഡിമോണിക് വാരിയർ കൾട്ടത്തെ 9th എൽഡർ ഒയ്സമ. പിന്നെ നോക്കുമ്പോൾ 10th എൽഡറും 11th എൽഡറും ഒക്കെ പരിചയപ്പെട്ടു. അതിൽ നോക്കുമ്പോൾ 11th എൽഡറിനെ കണ്ടപ്പോൾ അവർക്കൊന്ന് അന്തം വിടുന്നുണ്ട്. ഇവരെല്ലാവരെക്കുറിച്ചും അലയൻസിൻ്റെ ഇൻഫർമേഷൻ കണക്ഷൻ വഴി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മൈനർ പ്രീസ്റ്റും ഡിമോണിക് വാരിയർ കൾട്ടത്തെ 12th എൽഡറുമായ യോൺ ചിയോൺ. മൊരിം അലയൻസിൻ്റെ ഗസ്റ്റിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. മൈനർ പ്രീസ്റ്റോ? ഞാൻ കേട്ടത് അവർ ഇതുവരെ അവരുടെ മൈനർ പ്രീസ്റ്റിനെ ചൂസ് ചെയ്തിട്ടില്ല എന്നാണ്. ഇത് കണ്ടിട്ട് റൂമേഴ്സൊന്നും ശരിയല്ല എന്നാണ് തോന്നുന്നത്. അവനെ കാണാൻ ഭയങ്കര ചെറുപ്പാണ്. എന്നിട്ടും അവൻ ഇപ്പോൾ തന്നെ എൽഡറിൻ്റെ പൊസിഷനിലേക്ക് എത്തിയോ? ഓ, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത്. ഓബേക്കിനെയും ജിൻവോൺമോനെയും ഇവിടെ കാണാനില്ലല്ലോ. ആ മൈനർ പ്രീസ്റ്റിനാണെങ്കിൽ 20 വയസ്സിൻ്റെ മേലേക്ക് എന്തായാലും ഇല്ല. എന്നിട്ടും അവൻ്റെ പവർ എനിക്കൊന്ന് അളക്കാൻ പോലും പറ്റണില്ല. കോപ്പ്. ഇത് കണ്ടിട്ട് അവരുടെ കയ്യിലൊരു മോൺസ്റ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു മോൺസ്റ്റർ, അവനെപ്പോലെ ഒരുത്തൻ. നോക്കുമ്പോൾ അവരതിൻ്റെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്ത് വേറെന്തോ കാര്യം നടക്കുന്നുണ്ട്. ആ എൽഡേഴ്സൊന്നും പോരാ. അവൻ പെർഫെക്റ്റാണ്. നോക്കുമ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നൊരു മഗ്ഗിൽ പെട്ടെന്ന് സോസറും കൊണ്ടൊന്ന് മുട്ടിച്ചു. അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടായി. അപ്പോൾ തന്നെ നോക്കുമ്പോൾ ആ സെക്കൻഡ് സ്ട്രാറ്റജിസ്റ്റിന് എന്തോ പോലെയായി. അവരാണെങ്കിൽ അവിടെ നിന്ന് നീച്ച് നേരെ നമ്മൾ യോൺ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. എൽഡർ യോൺ, ഞാൻ ഈ സീറ്റിൽ കുറച്ച് നേരം ഒന്ന് ഇരുന്നോട്ടെ. എന്താ കാര്യം? നോക്കുമ്പോൾ ഇതൊന്നും അവിടെ ഇരുന്ന അഡപ്ഷൻ എന്താണെന്നൊന്നും മനസ്സിലാവണേ ഇല്ല. സ്ട്രാറ്റജിസ്റ്റ് ആണെങ്കിൽ നേരെ യോണിൻ്റെ തൊട്ടിപ്പുറത്ത് വന്നിരുന്നു. ഇവൾ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവൾ ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്ത് ആൽക്കഹോളിനെ ബ്രേക്ക് ചെയ്യണില്ലേ? നോക്കുമ്പോൾ പെട്ടെന്ന് യോണിൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അപ്പോഴത്തേനാണെങ്കിൽ ആ അഡപ്ഷനൊക്കെ എന്തോ പോലെയായി. എന്താ അവൾ ഈ ചെയ്യുന്നത്? നോക്കുമ്പോൾ പെട്ടെന്നായിരുന്നു സ്ട്രാറ്റജിസ്റ്റ് യോണിൻ്റെ കൈ കയറി പിടിക്കാൻ നോക്കി. അപ്പോഴത്തേനെ യോൺ അവൻ്റെ കൈ അവിടെ നിന്ന് മാറ്റി. ഇത് ഭയങ്കര അൺകംഫർട്ടബിളാണ്. പിന്നെ സ്ട്രാറ്റജിസ്റ്റ് യോണിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേന്
പിന്നെ ആ പുറത്തുള്ള ആൾ ആ മകിയിൽ സൗണ്ട് ഉണ്ടാക്കി, ഇതാണ് ടൈം എന്നും പറഞ്ഞിട്ട്. നോക്കുമ്പോൾ പെട്ടെന്നായിരുന്നു ആ സ്ട്രാറ്റജിസ്റ്റ് യോണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തൽക്കാലത്തിന് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ, കമൻറ്റ് ചെയ്യുമോ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ.